ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ NTPC എക്സാം എത്താറായി. നമ്മുടെ NTPC എക്സാമിന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രീവിയസ് ഇയറിൽ കുറേ തവണ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ? ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി ആണ്. ലോർഡ് ഡൽഹൌസി ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് റെയിൽവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത വർഷം 1853 ഏപ്രിൽ 16 അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ബോംബെ ടു താനെ ആയിരുന്നു. വർഷം 1853 ഏപ്രിൽ 16. അതേപോലെ റൂട്ട് എന്ന് പറയുന്നത് ബോംബെ ടു താനെ. നമ്മുടെ റെയിൽവേ ബോർഡ് നിലവിൽ വന്ന വർഷം 1905 അത് ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. റെയിൽവേ ബോർഡ് നിലവിൽ വന്നത് 1905. അതേപോലെ നമ്മുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നെന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതും ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ ജോൺ മത്തായി ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേ എന്നറിയപ്പെടുന്നത് ലോർഡ് ഡൽഹൌസി ആണ്. അദ്ദേഹം ഇന്ത്യയിലെ റെയിൽവേ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1853 ഏപ്രിൽ 16 അതേപോലെ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ബോംബെ ടു താനെ ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? ജോൺ മത്തായി. അതേപോലെ റെയിൽവേ ബോർഡ് നിലവിൽ വന്ന വർഷം 1905. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്കൻഡ് പാസഞ്ചർ ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് ഓപ്പറേറ്റഡ് ബിറ്റ്വീൻ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത വർഷം ഏതായിരുന്നു? 1853 ഏപ്രിൽ 16. റൂട്ട് എന്ന് പറയുന്നത് ബോംബെ ടു താനെ ആയിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെക്കൻഡ് പാസഞ്ചർ ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് ഓപ്പറേറ്റഡ് ബിറ്റ്വീൻ. അപ്പൊ നമുക്ക് നോക്കാം. ഹൗറ ആൻഡ് ഹൂഗ്ലി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1854 ഓഗസ്റ്റ് 15 അപ്പം ഫസ്റ്റ് 1853 ഏപ്രിൽ 16 സെക്കൻഡ് 1854 ഓഗസ്റ്റ് 15. അതേപോലെ ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ബോംബെ ടു താനെ, സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് ഹൗറ ആൻഡ് ഹൂഗ്ലി. നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ആയ വർഷവും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ആയ വർഷം 1951 ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ആയ വർഷം 1951 അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? ജോൺ മത്തായി. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫീമെയിൽ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മമതാ ബാനർജി ആണ്. അതിന്റെ കാലഘട്ടം വരുന്നത് 1999 തൊട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫീമെയിൽ മിനിസ്റ്റർ റെയിൽവേ മിനിസ്റ്റർ ആരായിരുന്നു? മമതാ ബാനർജി. ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ആയ വർഷം ഏതായിരുന്നു? 1951. ഇത് ഓർത്തിരിക്കുക, മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. അത് ഗുജറാത്തിലെ വഡോദരയാണ്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്, NRTI എന്നാണ് അതിന്റെ പേര് വരുന്നത്. 2018 അതിന്റെ വർഷം വന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് അറ്റ് വഡോദര, ഗുജറാത്ത്. നാഷണൽ റെയിൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് NRTI എന്നാണ് അതിന്റെ പേര് വരുന്നത്. മറന്നു പോകരുത്. ഇതും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലോങ്സ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യൻ റെയിൽവേ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം. വിവേക് എക്സ്പ്രസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടോട്ടൽ കിലോമീറ്റേഴ്സ് വരുന്നത് 4218 കിലോമീറ്റേഴ്സ് ആണ്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് കന്യാകുമാരി ടു ഡിബ്രുഗഡ് ആണ്. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ അറിയാം, കന്യാകുമാരി ടു ഡിബ്രുഗഡ്. ഓർത്തിരിക്കുക, ദ ലോങ്സ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യൻ റെയിൽവേ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. അതിന്റെ കിലോമീറ്റർ വരുന്നത് 4218 റൂട്ട് എന്ന് പറയുന്നത് കന്യാകുമാരി ടു ഡിബ്രുഗഡ് ആണ്. നമ്മുടെ ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം ഏതാണെന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ഹബാലി ആണ്, കർണാടകയിലെ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 കിലോമീറ്റേഴ്സ് ആണ്. സെക്കൻഡ് വന്നിരിക്കുന്നത് ഗോരഖ്പൂർ UPയിലെ 1.3 കിലോമീറ്റേഴ്സ് ആണ്. തേർഡ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണ്. അതായത് 1.1 കിലോമീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പം ഓർത്തിരിക്കുക, ദ ലോങ്സ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യൻ റെയിൽവേ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. അതിന്റെ ടോട്ടൽ കിലോമീറ്റേഴ്സ് 4218 അതിന്റെ റൂട്ട് ഓർത്തിരിക്കുക. അതേപോലെ നമ്മൾ ലോങ്സ്റ്റ് പ്ലാറ്റ്ഫോം പറഞ്ഞതും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് എഞ്ചിൻലെസ് ട്രെയിൻ? ഇന്ത്യയിലെ ഫസ്റ്റ് എഞ്ചിൻലെസ് ട്രെയിനിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് ആണ് അതിന്റെ നെയിമായിട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നേരത്തെ ട്രെയിൻ 18 എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇത് വന്ദേ ഭാരത് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജാനുവരി 2022 വിച്ച് റെയിൽവേ സ്റ്റേഷൻ വാസ് നെയ്മഡ് എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ? ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം റീസെന്റ് നടന്നൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ വിച്ച് റെയിൽവേ സ്റ്റേഷൻ വാസ് നെയ്മഡ് ആസ് എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ? ഏത് റെയിൽവേ സ്റ്റേഷനാണ് പേര് മാറ്റി എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്നായത്? അത് കേവദിയ റെയിൽവേ സ്റ്റേഷൻ ആണ്. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തുള്ള കേവദിയ റെയിൽവേ സ്റ്റേഷൻ ആണ് എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് റീനെയിം ചെയ്യപ്പെട്ടത്. ഓർത്തിരിക്കരുത്, കാരണം ഇത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ഫസ്റ്റ് മെട്രോ ട്രെയിൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? എവിടെയാണ് ഫസ്റ്റ് മെട്രോ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് കൊൽക്കത്തയിലാണ്. അതിന്റെ വർഷം വരുന്നത് 1984 ഒക്ടോബർ 24. ഓർത്തിരിക്കുക, ഫസ്റ്റ് മെട്രോ ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊൽക്കത്തയിലാണ്. അതിന്റെ വർഷം വരുന്നത് 1984 ഒക്ടോബർ 24. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എല്ലാവരും ഇത് പഠിക്കുക. ഇനിയും റെയിൽവേ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് SSCക്കും RRBക്കും വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാകാനുള്ള എല്ലാ കണ്ടന്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, വർക്കൗട്ട് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ NTPC എക്സാംസ് ഇങ്ങ് എത്താറായി. അപ്പം മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് നിങ്ങളുടെ സ്പീഡൊക്കെ കൂട്ടുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി കാണാം.